നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. പരാജയങ്ങൾക്ക് മേൽ പരാജയം, ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ തീരുമാനമെടുത്തു. കോച്ച് മിക്കായൽ സ്റ്റെയറയെ പുറത്താക്കിയിരിക്കുന്നു. കുറച്ചു മുമ്പ് ഈ വാർത്ത പുറത്തേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കോച്ചിനെ പുറത്താക്കി. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. കോച്ചിനെ മാത്രമല്ല, അസിസ്റ്റന്റ് കോച്ചുമാരെയും പുറത്താക്കിയിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കൺഫേംസ് ദാറ്റ് ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റെയറെ അലോങ് വിത്ത് അസിസ്റ്റന്റ് കോച്ചസ് ബിയോൺ വെസ്ട്രോം ആൻഡ് ഫെഡറിക്കോ പെരീര മൊറൈസ് ഹാവ് ലെഫ്റ്റ് ദെയർ റെസ്പെക്റ്റീവ് റോൾസ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഉടൻ തന്നെ ഇവർ മൂന്ന് പേരും, ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റെയറയും അസിസ്റ്റന്റ് കോച്ചുമാരായ ബിയോണും പിന്നെ ഫെഡറിക്കോ പെരീര മൊറൈസും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറുകയാണ്. ക്ലബ്ബ് അവർക്ക് സിൻസിയർ താങ്ക്സ് അറിയിക്കുന്നുണ്ട്. സിൻസിയർലി താങ്ക്സ് മിക്കായൽ, ബിയോൺ ആൻഡ് ഫെഡറിക്കോ, അവരുടെ എല്ലാ കോൺട്രിബ്യൂഷൻസിനും ത്രൂ ഔട്ട് ദെയർ ടൈം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി KBFCയിലെ അവരുടെ സമയത്തെ അവരുടെ സംഭാവനകൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഭാവിയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല പേരുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഒടുവിൽ ഒരു കാര്യം നടന്നിരിക്കുന്നു, കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.